നമ്മുടെ മക്കൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരാണോ? അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നാം ശ്രമിക്കുന്നുണ്ടോ? എങ്കിൽ അതിനു വേണ്ട ഏറ്റവും നല്ല പോംവഴി അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക എന്നതാണ്. നല്ല നിലക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇത്തരം ഉപയോഗം കൊണ്ട് മാരകമായ കുടൽ ക്യാൻസർ രോഗങ്ങളൊക്കെ വരും എന്ന് കേൾക്കുമ്പോൾ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ നമ്മുടെ മക്കളോട് കയർത്ത് സംസാരിക്കും. ഇത് ഉപയോഗിക്കരുത്, ഇതിങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയർത്താണ് അവരോട് സംസാരിക്കുക. ഞാൻ ഈ ക്യാഷ് മേലിൽ തരില്ല, ഇത്രയും കാലം തന്നത് എൻ്റെ തെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥിനികളെ, നമ്മുടെ മക്കളെ അവർക്കൊരു ബോധം ഉണ്ടാകുന്ന രൂപത്തിലുള്ള സംസാരം ഉണ്ടാകുന്നില്ല. അവർ അതിൽ വാശി പിടിക്കുന്നവരായും അംഗീകരിക്കാത്തവരായും ഒക്കെ മാറുകയാണ്. പലപ്പോഴും അത് പറഞ്ഞ് അതിൻ്റെ ഗൗരവം ഇങ്ങനെയൊക്കെയാണെന്ന് സാവധാനത്തിലും സന്തോഷത്തിലും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം നമ്മുടെ രീതി മറ്റൊന്നായതുകൊണ്ട് അവർക്കത് മനസ്സിലാകുന്നില്ല. ഒന്നുകൂടി പറയട്ടെ, നമുക്ക് അവർക്ക് ശരിക്കു ബോധ്യപ്പെടാൻ വേണ്ടി ഒരു യാത്ര പോകുന്നതും നല്ലത് തന്നെ. ലീവ് എടുത്താണെങ്കിലും തിരുവനന്തപുരത്ത് RCCയിൽ അതെ ക്യാൻസർ സെൻ്ററിൽ പോയി ഇത്തരം ഉപയോഗം മൂലം ചെറിയ കുട്ടികളിൽ വന്ന ക്യാൻസറുകൾ, അതുപോലെ വിവിധങ്ങളായ രോഗങ്ങൾ, പല വിധത്തിലുള്ള ക്യാൻസറുകൾ കണ്ട് ഓരോരുത്തരെയും കണ്ട് കുട്ടികളിൽ വലിയ മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കാൻ അവിടെ നിന്നും കഴിയും. ഇത് ചെറിയ ഒരു കാര്യമായി ആരും കണക്ക് കൂട്ടരുത്. ഇവിടെ നിന്ന് കുട്ടികൾ വിഷം കഴിക്കാതിരിക്കാൻ, ലിപ്സ്റ്റിക് ഉപയോഗിക്കാതിരിക്കാൻ വലിയൊരു മാർഗമായി തിരഞ്ഞെടുക്കാവുന്നതാണ്.